ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ ഓർത്തു ഒരു വ്ലോഗ് എടുക്കാം. കാരണം ഇന്ന് ഇവിടുത്തെ കോലങ്കെട്ടൊക്കെ ഒന്ന് കാണണം. ജൂൺ 1 തീയതി ആവാൻ പോവാണല്ലോ. അപ്പം അതിൻ്റെതായ ആദ്യത്തെ ഒരു ശുഷ്കാന്തി, ആദ്യത്തെ എല്ലാവരുടെയും. എൻ്റെ 3 അനിയത്തിമാർ ഇവിടെ ഭയങ്കര പ്രിപ്പറേഷനാ. ഒരുത്തി അവിടെ കമന്ന് കിടന്ന് എഴുതുക, ഒരുത്തി റെക്കോർഡ്, ഒരുത്തി അവിടെ പൊതിയാൻ അറിയത്തില്ല, അവളവിടെ പുത്തൻ ബുക്കൊക്കെ അല്ലേ അവള് അപ്പത്തേനും അത് ചെയ്യുക. പൊതിയാൻ അറിയത്തില്ല, എന്നാലും അവൾ അവിടെ ഇരിക്കുക. മറ്റവളാണെങ്കിൽ പൊതിഞ്ഞോണ്ടിരിക്കുക. അവൾക്ക് പിന്നെ ഇത് കൂടെ അലുകൊലത്തെ കാര്യങ്ങളൊക്കെ അറിയാം, ഞങ്ങളെപ്പോലല്ല. ഭയങ്കര പ്രിപ്പറേഷനല്ല എല്ലാവരും. അപ്പം ഞാൻ ഓർത്തൊരു വ്ലോഗ് എടുക്കാമെന്ന്. അവിടെ ഞാൻ ചെന്നപ്പോഴത്തേനും ക്രിസ്മസ് അവധി, ഓണാവധി, ഭയങ്കര കണക്ക് കൂട്ടലുകളാ ഇപ്പോഴേ. എല്ലാം ഞാൻ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുക. അപ്പം ഞാൻ ഓർത്തൊരു വ്ലോഗ് എടുക്കാമെന്ന്. അപ്പോൾ കാണാം ഗൈസ്. ഗെറ്റ് റെഡി ടു സ്കൂൾ പ്രിപ്പറേഷൻ. ഹലോ ഗൈസ്, അവിടെ ഭയങ്കര പ്രിപ്പറേഷനിലെല്ലാവരും. ഭയങ്കര ശുഷ്കാന്തിയാണ് ഗൈസ് എല്ലാവർക്കും. ഒരുത്തി അവിടെ തലയിൽ ചോർന്നുകൊണ്ടിരിക്കുക, പൊതിയാനും അറിയത്തില്ല, അവൾ ഇരിക്കുക ഒന്നും അറിയാതെ. ഒരുത്തി ഇവിടെ കമന്ന് കുട്ടി കമന്ന് കിടന്ന് എഴുതുവാണ് ഗൈസ്. അവിടെ ഒരെണ്ണം പൊതിഞ്ഞ് കഴിഞ്ഞല്ലേ ഇത്ര നേരം കൊണ്ട്. അവൾക്ക് അറിയാം പൊതിയാൻ. വേറെ ഒരുത്തി ഇവിടെ ഒന്നുമില്ല. സ്കൂളിൽ പോന്നില്ലേ? ആ പൊതി, എനിക്ക് ഈ പൊതിയുന്ന കാര്യം എനിക്ക് ഇഷ്ടമല്ല. കുട്ടി, സ്കൂള് തുറക്കുന്ന റെക്കോർഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല. ഇങ്ങനത്തെ അയ്യോ, ഞാനൊക്കെ തലയും കുത്തി ഇരുന്ന് എഴുതുമായിരുന്നു റെക്കോർഡ്. സൈനും കിട്ടത്തില്ല. എല്ലാരും ഇവിടെ ഭയങ്കര പരിപാടിയാണ് ഗൈസ്. ആ പാട്ടിടാം. അവിടെ പൂക്കി കളിച്ചിരിക്കുവോ? പൂക്കി സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന്റെ പ്രശ്നമാണ് ഇവിടെ. സ്റ്റിക്കർ കാണിച്ച് ഇപ്പോഴേ നെയിം സ്ലിപ്പിന് അടി. ഞങ്ങളുടെ കുഞ്ഞിലെ അടിയായിരുന്നു നെയിം സ്ലിപ്പിനാണ് ഏറ്റവും കൂടുതൽ അടി. ഫസ്റ്റ് എന്നിട്ട് പക്ഷെ ഈ പറയുന്നത് തന്നെ ഫസ്റ്റ് ആയിട്ട് ആച്ചിക്ക് പടം ഒന്നും ഇല്ലാത്ത നെയിം സ്ലിപ്പാണ് ഇഷ്ടം. ഇതാണ് ഇവിടുത്തെ അടിയുടെ മെയിൻ പരിപാടി. കണ്ടോ? ആ അടി തുടങ്ങി. അടി സ്റ്റാർട്ട്. അടി തുടങ്ങി ഗൈസ്. ഓക്കെ ഗൈസ്, ഈ പ്രാവശ്യത്തെ ഇവളുടെ നെയിം സ്ലിപ്പ് യൂണിക്കോൺ ആണേ. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നായിരുന്നു എന്നറിയോ? എനിക്ക് ബെൻഡൻ ഇഷ്ടമല്ല. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോറാബൂജി, ബൈക്ക്, ഞങ്ങളൊക്കെ പഠിച്ചപ്പോ എൽസായി ഒന്നും അതൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങളൊന്നും ഇല്ല. എനിക്ക് ഡോറാബൂജി കൊണ്ടുപോയിട്ടില്ല. പിന്നെ സ്മൈലി, അതെനിക്ക് പണ്ട് തൊമ്മ മേടിച്ചിട്ടുണ്ട് 3 പേർക്ക്. അതല്ല അത് നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നേ. ഇത് ഇവത്തെ പടമുള്ള സ്മൈലി. എൻ്റെ വീട്ടിൽ എനിക്ക് 2 ചേട്ടന്മാരായതുകൊണ്ട് ഒരാൾക്ക് ബൈക്ക്, ഒരാൾക്ക് കാറ്. സച്ചിൻ, എൻ്റെ പൊന്നെ സച്ചിൻ, അതൊക്കെയായിരുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ് ഒക്കെ ആയിരുന്നു. സിനിമ വിജയ്, സൂര്യ. അല്ലു അർജുൻ, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ പഠിച്ചത്. ഇപ്പം യൂണിക്കോൺ, എൽസ, അന്ന, പിന്നെ ആരാടി? അയ്യോ ഒന്നുകൂടി പറഞ്ഞേ. ഇതെടുക്കാൻ പോയപ്പോ
BTS, ബ്ലാക്ക് പിങ്ക്. പക്ഷെ അടുത്തില്ല കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ക്യൂട്ടായിട്ടില്ല ഇത്. നോക്കട്ടെ. സത്യം പറഞ്ഞാൽ എല്ലാം ക്യൂട്ടാണ്, പക്ഷെ എനിക്ക് ഇത് നല്ല ക്യൂട്ടായിട്ട് തോന്നി. ആച്ചി ഇവിടെ ഭയങ്കര പ്രിപ്പറേഷൻ. ആച്ചി എന്താ ആച്ചി? അയ്യോ, ആച്ചി സ്കൂളിൽ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുട്ടി നിനക്ക് ഇഷ്ടമാണോ? എനിക്ക് അങ്ങോട്ട് എനിക്ക് ഇങ്ങനെ താല്പര്യമില്ല. ഞാൻ പകുതി ദിവസം അവധി എടുക്കും. ഉണ്ടോ? നിനക്ക് പോണോ സ്കൂളില്? പോണ്ട. നിനക്ക് പോണോ സ്കൂളില്? എനിക്ക് ഇപ്പൊ കാണിച്ച എന്നതാ? നിനക്ക് സ്കൂളിൽ പോണോ? രണ്ടും കൊണ്ട് ഡിസ്ലൈക്ക് ഉണ്ട്. പക്ഷെ ആച്ചിക്കുണ്ടല്ലോ, ആച്ചിക്ക് പോണം എന്നാ പോവണ്ട. എനിക്ക് അത് തന്നെയാ പോണം. എനിക്ക് പോണ്ട. കുട്ടി പറ. എനിക്ക് ഉള്ളി പോവണ്ട. ആ, അത്രേ ഉള്ളൂ. പറഞ്ഞ് എനിക്ക് ഫസ്റ്റ് ദിവസത്തെ ഇതേ ഉള്ളൂ. അതാണ് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്കറിയാം. ടീച്ചർമാര് പരീക്ഷ തുടങ്ങും. അതൊന്നും വേണ്ട അല്ലേ? വേണ്ട വേണ്ട. കുഞ്ഞാറ്റയ്ക്ക് എത്ര മണിക്കാ ബസ്? 8:30. 8:45 ബസ്. എപ്പോ ഇവിടുന്ന് പോണം? 8 മണി. 8:30. എപ്പോ എഴുന്നേക്കും? 8 മണി. 8 മണിയാകുമ്പോ എഴുന്നേക്കും, കാപ്പി കുടിക്കും, യൂണിഫോം ഇടും, ഒറ്റയടിക്ക് ഫസ്റ്റ് ഒരുങ്ങും. 8:30 ഇവിടുന്ന് ഇറങ്ങും, നേരെ ഫസ്റ്റ് പോയി വണ്ടിയിൽ കയറും. പക്കാ പെർഫെക്റ്റ്. അയ്യോ, ജൂൺ 1 തീയതിത്തെ വ്ലോഗ് എന്തായാലും ഞാൻ ഇടും. ഞങ്ങൾ ഒരുക്കി വിടുന്നത്. പിന്നെ വേറൊരു ഇതുണ്ട്, എൻ്റെ സ്കൂള് കഴിഞ്ഞോണ്ട് ഇവളുമാർക്ക് ഒരു ഇതുണ്ട്, ഞാൻ ഒരുക്കിയൊക്കെ വിടും കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെയാണ്. ആച്ചി ഭയങ്കര പ്ലാനിങ്ങിലാണ്, മറ്റേ ഒരുമാതിരി വീടൊക്കെ ഉണ്ടാക്കുന്ന മാതിരി. കുട്ടി എന്താണ്ടാ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, ഓണപ്പരീക്ഷ അല്ല എന്നാ മിണ്ടല്, എന്നാ ഓണാവധി, ക്രിസ്മസ് അവധി ഒന്ന് പറഞ്ഞേ. ആദ്യമേ സ്കൂൾ നമുക്ക് ഓണാവധി. ഒരു കാര്യമുണ്ട്, ഇവർ ഇടുക്കി ജില്ല ആയതുകൊണ്ട് ഇവർക്ക് കൂടുതൽ അവധി കിട്ടും. ഓക്കെ, പറ. മഴയുടെ അവധി. പിന്നെ ബസ് സമരം വല്ലതും വെച്ചാൽ ബസ് സമരത്തിന്റെ അവധി അത് വെച്ചാൽ മതിയായിരുന്നു. പിന്നെ ഓണാവധി. ഓണാവധി കഴിയുമ്പോഴത്തേക്കിനും പിന്നെ ടൂർ വരുവേ. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ടൂറ് ഒരു 3-4 ദിവസമാണ്. അങ്ങനെ ഒരു ദിവസം പോകും. പിന്നെ പൂജയുടെ അവധിയുണ്ട്, അത് 3 ദിവസം. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ക്രിസ്മസ്. പിന്നെ ക്രിസ്മസ് അവധി 10 ദിവസം. പിന്നെ മറ്റേ പ്രാക്ടിക്കല് മോഡലൊക്കെ പറഞ്ഞു പോകും. പിന്നെ എന്റെ സ്കൂൾ ജീവിതം തീരും. പിന്നെ സന്തോഷം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അവധിയുടെ ഒക്കെ ഇടയ്ക്ക് ഒരു സാധനങ്ങളുണ്ട്, പരീക്ഷ. കഴിഞ്ഞാലേ അവധി കിട്ടത്തുള്ളൂ. ഈ വ്ലോഗിന്റെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ് ആണ് അത്. എന്നാടി എനിക്ക് പേടിയാവോ പരീക്ഷ ഹാളിൽ പോകുന്ന എങ്ങനെ ഞാൻ പഠിക്കും? ആച്ചി അവിടെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ബുക്ക് ബുക്ക് ബുക്ക്. ഇവിടെ എല്ലാവരും ഭയങ്കര പരിപാടിയാണ്. ആദ്യത്തെ എക്സൈറ്റ്മെന്റിന്റെ ആണ് ഇത്. ഈ കാണുന്ന ഈ വ്ലോഗിൽ മൊത്തം കാണുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഒള്ളി. പുസ്തകം മണത്തൊക്കെ നോക്കുന്നു. എനിക്കാണെങ്കിലുണ്ടല്ലോ ഈ ബുക്ക് പൊതിയുന്നതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള പാർട്ടാണ് നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു, ഒരാൾ നെയിം സ്ലിപ്പ് ഒട്ടിക്കും, ഒരാൾ സ്റ്റാപ്ലർ അടിക്കും, അമ്മ പൊതിഞ്ഞ് തരും. ഇങ്ങനായിരുന്നു എൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ആയിരുന്നു ഇവൾമാർക്ക് എല്ലാം നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പേരെഴുതി കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരെഴുതി കൊടുക്കാൻ. എനിക്കിഷ്ടമാണ്. ഒരുത്തി
60 ദിവസം ഉണ്ടായിട്ട് കണ്ടോ എഴുതുന്ന കണ്ടോ ആദ്യം ഭയങ്കര കണ്ടോ ഞാൻ എഴുതി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഓടിയുണ്ട് ഇവിടെ എഴുതി ഇത് ഞാൻ വരച്ചു കൊടുത്തു. കഷ്ടപ്പാട് പാവത്തിന്റെ. എടി പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വർഷം കൂടെ ഉള്ളടി മോളെ. റെക്കോർഡോ? അല്ലടി, ഈ വർഷം കൂടെ ഉള്ളത് കഷ്ടപ്പാട്. ഇത് കഴിയുമ്പോൾ നേഴ്സിംഗ് ആണെ നീ തൊലഞ്ഞു. സത്യം, ചുമ്മാ ഇരിക്കടി. കുടിക്കടി, കുടിക്ക് ഇരുന്ന് കുടിക്ക്. ആച്ചി നോക്കുന്നുണ്ടോ? ആച്ചി 2 വർഷം കഴിയുമ്പോ നീ സത്യം. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കുട്ടിയോട് പറഞ്ഞതാ, സയൻസ് എടുക്കരുത്. എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു സയൻസ് എടുക്കാൻ. പിന്നെ ഇവിടെ എൻ്റെ കുടുംബക്കാരുടെ നിർബന്ധം മൂലം മാത്രമാണ് ഞാൻ സയൻസ് എടുത്തത്. ഇനി എനിക്കൊരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും അവർ സയൻസ് എടുപ്പിക്കത്തില്ല. സത്യം. ഞാനൊരു 1000 വട്ടം ഞാൻ പറഞ്ഞ സയൻസ് ഓർക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ കിടന്ന് കരഞ്ഞു പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ദിവസം കിടന്ന് കരഞ്ഞു ഓർക്കുന്നുണ്ട്. ഫിസിക്സ് പഠിക്കാൻ എന്റെ പിന്നെ ഞാൻ ഇവിടെ കിടന്ന് കാലെ കയ്യെ പിടിച്ച് പറഞ്ഞു, സയൻസ് എടുക്കരുത് പിള്ളേരെ, നിങ്ങൾ എടുക്കരുത്. പക്ഷെ ഇതാക്കണമെങ്കിൽ പഠിക്കണം. പക്ഷെ ഞങ്ങളുടെ ഇത് വെച്ച് അത് പറ്റില്ല. പിന്നെ ആച്ചി പഠിക്കും, അതുപോലെ തന്നെ ഉഴപ്പും. അങ്ങനെ ആയതുകൊണ്ട് അവൾ എടുത്താലും കുറ്റം പറയാനില്ല. അവൾ നന്നായിട്ട് പഠിക്കും കേട്ടോ. ഇതായിട്ട് പറയുന്ന അല്ലാതെ അവൾ നന്നായിട്ട് പഠിക്കും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കുഞ്ഞാറ്റ എങ്ങനെയാണെന്നറിയോ? പഠിക്കില്ല, ഫുൾ മാർക്ക്. പഠിക്കുമല്ല, വീട്ടിൽ വന്നിരുന്ന് പഠിക്കുന്ന പരിപാടി ഇല്ല. കുഞ്ഞാറ്റയുടെ ഡിക്ഷണറിയിൽ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുക എന്നുള്ള കാര്യം ഇല്ല, നിരോധിച്ചേക്കുക. പരീക്ഷ ഉണ്ടെങ്കിൽ മാത്രം അതിന് ഫുൾ മാർക്ക് വരും. കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും സംസ്കൃതമൊക്കെ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മാർക്കുമായിരിക്കും എല്ലാ പരീക്ഷയ്ക്കും. പക്ഷെ ഞാനും കുട്ടി എങ്ങനെയൊക്കെ പഠിച്ച് എഴുതും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ നമുക്കത്രേ ഉള്ളൂ. നീ എന്താ പറയാൻ വന്നേ പറ. ഞാനാണെങ്കിൽ സയൻസ് എടുത്തേ. അപ്പോഴത്തേനും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ടീച്ചർമാർ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ പഠിക്കാൻ പറ്റാതെ ഭയങ്കര കരച്ചിലാണ്. ഇവിടെ ഇരുന്ന് കരയുന്നത്. അപ്പൊ പൊന്നു ഇവള് മാത്രം എന്നോട് വെറുതെ എടി പോട്ടേടിയത്. ബാക്കി എല്ലാവരും പറയുന്നു ബിക്കോസ് നമുക്ക് അറിയാലേ. എനിക്കറിയാം ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്തോരം കരഞ്ഞിട്ടുണ്ടെന്നറിയാം. എൻ്റെ മാതാവ്, എനിക്ക് ഓർക്കുമ്പോൾ പേടിയാവുക. എക്സാമിനൊക്കെ പോകാൻ എനിക്ക് പേടിയാ. എനിക്ക് എക്സാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഐ അവോയ്ഡ്. പക്ഷെ അതെന്നെ അവോയ്ഡ് ചെയ്തില്ല. എനിക്ക് അതുപോലെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. ആച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്ത് സയൻസ് എടുക്കാനാണോ ഏതെടുക്കാനാണ് ശരിക്കും താല്പര്യം? ശുഭപ്രതീക്ഷ 100% വിജയം. കുഞ്ഞാറ്റ നീ എന്നെ അടിപിടിക്കാൻ പോന്നെ? കുഞ്ഞാറ്റ ഞാൻ എന്നായാലും ഹ്യൂമാനിറ്റീസ് എടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. പക്ഷെ ഉണ്ടല്ലോ, പക്ഷെ ഒരു കാര്യമുണ്ടേ, പറഞ്ഞാലും ഇവിടെ അവസാനം സയൻസിൽ കൊണ്ടേ വരത്തുള്ളൂ. സമ്മതിക്കത്തില്ല. പെൺപിള്ളേർ സയൻസ് എടുക്കണം. അതെ, സത്യം. അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. എന്നാണ് എനിക്ക് അറിഞ്ഞു. ആദ്യമായിട്ട് നാട്ടുകാരെന്ന് പറയുന്ന ആൾക്കാർ സൊസൈറ്റി ഭയങ്കര ഒരു പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. ഒരു കൈയില്ലാത്ത ഡ്രസ് ഇട്ടാൽ ഇങ്ങനെ നോക്കും. സ്കൂട്ടറിലൊന്ന് സ്പീഡിൽ ഓടിച്ച് പോയാൽ ഉടനെ ഇവിടെ വീഡിയോ വരും. സ്പീഡിൽ പോയി പറഞ്ഞിട്ടില്ല. സ്കൂൾ പ്രിപ്പറേഷന്റെ വ്ലോഗ് ആകട്ടോ ഇത്. ഒരു സയൻസിൽ തുടങ്ങിയ പരിപാടിയാണ്.
ഉണ്ട്. ഒന്നും അറിയത്തില്ല എന്താ നടക്കുന്നതെന്ന്. വെള്ളമൊക്കെ വെള്ളത്തിന്റെ കുപ്പി ഒന്ന് കാണിച്ച് നോക്ക്. വെള്ളമൊക്കെ കുടിച്ചിട്ട് നീ എത്ര ബുക്ക് പൊതിഞ്ഞു? ഒന്നും പൊതിഞ്ഞില്ല. എല്ലാം മുറിച്ച് മുറിച്ച് വെക്കുക. ലാസ്റ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ, മുറിച്ച് വെക്കുമ്പോ അടുത്ത മെയ് ആകുമ്പോഴെങ്കിലും പൊതിഞ്ഞ് തീരുവോ? ആ, കുട്ടി വീണ്ടും എഴുത്തിലേക്ക് കടന്നിരിക്കുന്നു. എഴുതിയില്ലെങ്കിൽ കുട്ടിയുടെ കാര്യം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. അയ്യോ, എഴുത്തല്ലാത്തതെല്ലാം വെക്കേഷന് നടന്നിട്ടുണ്ട്. എഴുത്തല്ലാത്തതെല്ലാം ഞങ്ങൾ വെക്കേഷന് ചെയ്തിട്ടുണ്ട്. റീൽസ് എടുത്തു, പിന്നെ സിനിമ കാണാൻ പോയി, കസിൻസിൻ്റെ വീട്ടിലായിരുന്നു ഫുൾ ടൈം. പിന്നെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മാമോദിസ, അതിൻ്റെ കുറേ പ്രിപ്പറേഷൻസ് എല്ലാം നടന്നു. പക്ഷേ എഴുത്ത് മാത്രം ഞങ്ങൾ നടത്തിയില്ല. അതാ ഒരാഴ്ച ഫുള്ള് ഞങ്ങൾ കുഞ്ഞിന്റെ മാമോസായിക്ക് ഡ്രസ്സിന് വേണ്ടി അലയുന്നു. എന്നിട്ട് ആ വഴി നമ്മൾ സിനിമ കാണാൻ പോയി. KFC പോയി തിന്നു. ഞങ്ങൾ ഇടക്കുന്നത്ത് വന്നു, ഇടക്കുന്നത്ത് വന്നു. അവിടെ വന്നിട്ട് ഞങ്ങൾ എവിടെയൊക്കെ പോയി. ഗ്യാസ് കുറ്റി എടുക്കാൻ ചുമ്മാ ഇരുന്നു. എന്നിട്ട് അപ്പോഴൊന്നും ഞങ്ങൾക്ക് എഴുതാൻ മനസ്സുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം ഈ ഒരു ലാസ്റ്റ് വീക്കാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടെന്ന് തന്നെ എൻ്റെ ചിന്തയിലോട്ട് വന്നത്. പിന്നെ ഇവിടെ കിടന്നില്ലേ? ഫസ്റ്റ് ഒരാഴ്ച ഭയങ്കരമായിട്ടായിരുന്നു. ഉത്തരോത്സവ സമയത്ത് എന്നോട് അമ്മ പറഞ്ഞു ഇത് എഴുതിയിട്ട് ഒരിടത്തും പോകണ്ടാവും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പക്ഷെ പോയി അതുകൊണ്ട് കുത്തിയിരുന്ന് എഴുതാൻ തുടങ്ങി. പക്ഷെ എല്ലായിടത്തും പോയി. പിന്നെ ഒരു ഫസ്റ്റ് ഞാൻ വീട്ടിലോട്ട് വന്നില്ല. കരച്ചിലറിയോ? അമ്മ പറഞ്ഞ ടീച്ചറിനെ വിളിച്ച് വായിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്നാ ഉണ്ടെങ്കിലും കരച്ചിലാണ് എൻ്റെയും കുട്ടിയുടെയും മെയിൻ. അത് എന്നാന്ന് എനിക്കറിയത്തില്ലേ. അതിപ്പോൾ എവിടെയെങ്കിലും പോകാനാണെങ്കിലും ഉണ്ടല്ലോ, ഒരുങ്ങിയില്ലെങ്കിലും ഒരുങ്ങിയാലും ശരിയായില്ലെങ്കിലും ശരിയായാലും ഞങ്ങൾ കരയും. അതൊരു കോമൺ ഫാക്ടറാണ്. അതെന്നാന്ന് അറിയത്തില്ല, എന്നാണേലും കരയും. അതെന്നെ സംഭവം ഒരു പിടുത്തമില്ല. മുടി കെട്ടിയില്ല, ശരിയായിട്ടില്ല, എനിക്ക് കണ്ണെഴുതുന്നത് ശരിയാവുന്നില്ല, കണ്ണെഴുതുന്നത് ശരിയാവത്തില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പട്ടി കുറച്ച് വെച്ചതുണ്ട്. കുഞ്ഞാറ്റ ഇതൊക്കെ ഒരാഴ്ചയെ കാണത്തുള്ളൂ. പിന്നെ ഇതൊക്കെ പറിച്ച് കളഞ്ഞ് അതിന്റെ പടം കണ്ടോണ്ടിരിക്കത്തില്ലേ. എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എനിക്ക് സ്കൾട്ടർ ഒന്ന് വരച്ചു തരാമോ? ഓടി വണ്ണയൊന്നും ഇല്ല, പൊതിയാൻ എനിക്കറിയില്ല. എടി ഞാൻ സ്റ്റാപ്ലർ അടിക്കാം. ജൂഡോയ്ക്ക് കളയും ഞങ്ങളുടെ സൗണ്ട് കേട്ടിട്ട്. പ്രവേശനോത്സവം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ 1ാം ക്ലാസ് പിള്ളേരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പിള്ളേർ ഓടി രക്ഷപ്പെടുന്നു. ഉറക്കപ്പറ. ഈ 1ാം ക്ലാസ്സിലൊക്കെ പോകുന്ന പിള്ളേർ ഈ 1ാം ക്ലാസ്സിലൊക്കെ പോകുന്ന പിള്ളേരുടെ അവസ്ഥ ഇനി എത്ര കാലം കിടക്കുന്നു? 12 ഞാൻ പോലും ഇത്രേ ആയിട്ടുള്ളൂ. ഇനി ആ പിള്ളേരൊക്കെ എന്തോരം പിടിക്കണം. കുഞ്ഞിനുണ്ടായിട്ടേ ഉള്ളു. അവരുടെ പഠിക്കണം. പൈസ പോലും വായില്ല. എടി പേനതാ. ഞാൻ 3 എണ്ണം വെള്ളം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പൊതിയണം നമുക്ക്. എടി പേന ഞങ്ങൾക്ക് 3 ബുക്ക് പൊതിയാം. അതിനകത്ത് എഴുതി വെക്കില്ല. ഇല്ല. അയ്യോ എടി എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. എൻ്റെ പേരങ്ങ് എഴുതും. പേടിപ്പീരാ. ഏതാടി കാണിച്ചേ? നിങ്ങൾക്ക് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. ഈ എത്ര ബുക്ക് എടുത്ത് നോക്കിയാൽ കണ്ട് രസിക്കുക. ഞാൻ എന്നെ കാണാമോ ഗൈസ്? ഞാൻ അവിടെ എല്ലാം കണ്ട് രസിച്ചുകൊണ്ടിരിക്കുക. ഇനി എത്ര പേജുകളുണ്ട്? കുറെ പേജുകളുണ്ട്. സമാധാനമായി.
എടി പക്ഷേ ഉണ്ടല്ലോ, ഒന്നാം തീയതി സ്കൂളിൽ പോകുന്ന ഭയങ്കര വരും. അതെന്തറിയോ, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷം എല്ലാവരെയും കാണും. അപ്പം നമ്മളിങ്ങനെ ചുറ്റും നോക്കും, എല്ലാവരും ഉണ്ടോ. എടി ശരി, മഴയും കൂടെ ആണെങ്കിലുണ്ടല്ലോ ദേഹമൊക്കെ നനഞ്ഞ്. പക്ഷെ എടി ഞാനുണ്ടല്ലോ 3ാം ക്ലാസ് വരെ CBSE-യിലായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ അവിടെ ഇങ്ങനെ കുടയൊക്കെ അപ്പഴേ എടുത്ത് ബാഗിലൊക്കെ വെക്കുകയല്ലേ നനഞ്ഞാല്. അങ്ങനത്തെ ഒരു വൈബായിരുന്നു. പക്ഷെ 4ാം ക്ലാസ്സിൽ ഞാൻ ഗവൺമെന്റിലോട്ട് പോയപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്കറിയത്തില്ലല്ലോ, എനിക്കെല്ലാം പുത്തനാ. അപ്പോഴാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കമ്പനിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ കുടയൊക്കെ കൊണ്ടുവന്ന് ക്ലാസ്സിൽ തന്നെ ഫ്രണ്ടി സാറിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ നിന്നാ പഠിപ്പിക്കുന്നത്. അതൊക്കെ രസമായിരുന്നു. കുടയൊക്കെ എല്ലാവരും അപ്പോഴേ കൊണ്ടുവന്ന് എല്ലായിടത്തും ഇങ്ങനെ നിവർത്തിയൊക്കെ വെക്കും. നല്ല രസമായിരുന്നു. എന്നിട്ട് അത് ഞങ്ങൾ വരാതെ വെക്കും. അപ്പൊ കാറ്റടിച്ചിട്ട് പിന്നുണ്ടല്ലോ ഈ പുറത്തിരുന്ന് ചോറുണ്ടെന്ന പരിപാടി ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴാടി, അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. ഞാനും ഇങ്ങനെ ഒരു CBSE പോലത്തെ ഒരു സ്കൂളിലായിരുന്നു. നിങ്ങളുടെ ഗവൺമെന്റ് ആണെങ്കിലും മാനേജ്മെന്റ് അല്ലായിരുന്നു? ഗവൺമെന്റ് അല്ല, മാനേജ്മെന്റ് ആയിരുന്നു. ഞാൻ ശരിക്കും ഗവൺമെന്റിൽ പഠിച്ചതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിള്ളേരൊക്കെ മുറ്റത്തിരുന്ന് തിന്നുന്നേ. എനിക്കൊക്കെ ഭയങ്കര ആദ്യമായിട്ട്. പിന്നെ അവിടെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ കഞ്ഞി ഉണ്ടായിരുന്നു. അതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. ഇങ്ങനെ അമ്മയെ സ്കൂളിൽ നിന്ന് കഞ്ഞിയോ, എല്ലാ പിള്ളേർക്കും അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്കൂളിൽ കഴിച്ചു, പിന്നെ സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടേ ഇല്ല. ഞാനും അതെ, സ്കൂളിൽ നിന്ന് കഴിക്കത്തില്ലായിരുന്നു. LP ഈ ചോറൊന്നും കൊടുത്തിട്ടില്ല. അപ്പം UP കയറിയപ്പോഴാണ് ഈ കൊടുക്കുന്നേ. CBSE അല്ല, മാനേജ്മെന്റ് പോലെ. ആദ്യമായിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി കറി തീർന്നു പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കേട്ടോണേ. 4ാം ക്ലാസ്സിൽ ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, 4ാം ക്ലാസ്സിൽ ചെന്നു എല്ലാവരും ഒക്കെ ആയിട്ട് പരിചയമായി. പിന്നെ ഒരു 5ാം ക്ലാസ്, പിന്നെ എൻ്റെ ചേട്ടന്മാർ നേരത്തെ ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ പിന്നെ ഓരോ കഥകളൊക്കെ കേട്ട് വന്നപ്പോൾ മതിയായി, അതോടെ നിർത്തി. കുറേ കഥകൾ സീനിയേഴ്സ് പറയുമല്ലോ, അപ്പം അതൊക്കെ കേൾക്കുമ്പോഴത്തേനും മതിയായി, എല്ലാം അടിയോടെ സ്റ്റോപ്പ്. ഇത് വെള്ളിയാഴ്ചയായി, സമയം 12:23. only 2 days more. പക്ഷെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഒന്നാം തീയതി എനിക്ക് ഏറ്റവും പേടിയുള്ള ദിവസം തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ. എനിക്ക് ഏറ്റവും പേടിയുള്ള ദിവസം. കാരണം എന്നറിയോ, അന്ന് എന്നൊക്കെ ചെയ്യണമെന്ന് അറിയത്തില്ല. എഴുതാനുണ്ടോ, നോട്ടുണ്ടോ, ഹോംവർക്ക് ഉണ്ടോ ഒന്നും അറിയത്തില്ല. വെള്ളിയാഴ്ച വരുന്നു, കിടന്നുറങ്ങുന്നു, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് ഏറ്റവും പേടിയും ഇഷ്ടമില്ലാത്ത ദിവസമാണ് തിങ്കളാഴ്ച. എനിക്ക് തിങ്കളാഴ്ച ആവും, പെട്ടെന്ന് വെള്ളിയാഴ്ച അവളെ പ്രാർത്ഥിക്കും. ആച്ചി എല്ലാം പറഞ്ഞാലും കുഞ്ഞാട്ട എല്ലാം ഇഷ്ടപ്പെടും. ആച്ചി അവിടെ എന്തെങ്കിലും പറയും, കൗണ്ടർ അടിക്കും. എനിക്ക് ഇഷ്ടമല്ല ഞാൻ എൻ്റെ ഈശ്വര, ഇപ്പത്തെ കുഞ്ഞാറ്റയുടെ ഡയലോഗാണ് ഗൈസ്. എന്നെ ഇഷ്ടമില്ല, ആർക്കും എന്നെ ഇഷ്ടമില്ല. ഞങ്ങൾ പിന്നെ അത് ഒഴിവാക്കാറില്ല. ഇഷ്ടമല്ലാത്തത് കൊണ്ടാണല്ലോ ഇഷ്ടമല്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങളത് ഒഴിവാക്കാറില്ല. ഉള്ള കാര്യം പറയുമ്പോൾ ഞങ്ങളൊന്നും പറയാം. അതെ, ഞങ്ങളത് അംഗീകരിച്ചു വിടും. പിന്നെ മുട്ടയും പാലും ബുധനാഴ്ച ദിവസമോ വ്യാഴാഴ്ചയോ അല്ലാണ്ട് ഞങ്ങളെങ്ങനെ വരും. വ്യാഴാഴ്ച എല്ലാവർക്കും മുട്ട കൊടുക്കും. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഓടും മുട്ട. ഞാൻ എടുക്കത്തില്ല. ജീവിതത്തിൽ മുട്ട ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന്മാര് 7 എണ്ണം വാങ്ങും. മുട്ടയോ? ആടി, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന്മാരെ അറിയോ, ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കും, എന്നിട്ട് അവര് തിന്നും. അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ കുഞ്ഞിലെങ്ങനെയായിരുന്നു. എടി ഞങ്ങൾക്ക് ഉണ്ടല്ലോ, എടി ഇങ്ങനെയാണേ,
ആദ്യമായിട്ട് 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ പാലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പോകും. അന്നപ്പോൾ എൻ്റെ കയ്യിൽ പാത്രം മാത്രമുള്ള ഇതില്ല. അപ്പോൾ എല്ലാ പിള്ളേരും പാത്രം കഴുകാൻ പോയി പാല് വാങ്ങിക്കാൻ. അപ്പം ഞാനും അവരുടെ കൂടെ പോയി. എല്ലാവരും പോയപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോഴാണെങ്കിൽ ഞാൻ അങ്ങനെ കഴുകി പോയി വാങ്ങിച്ച് ഞാൻ ഓർത്തു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ പൊടിയൊക്കെ ഇട്ടാ തരുന്നതെന്നേ. അപ്പോൾ വെള്ളപ്പാലായിരുന്നു. അപ്പോഴത്തേന് ഞാൻ ഓർത്തു പാൽപ്പൊടിയായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അത് കുടിച്ചപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി മധുരമില്ല, പൊടിയില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ സ്കൂളിന്റെ ചിലവര് കുപ്പി എടുത്തു. പിന്നെ ഉണ്ടല്ലോ, പിന്നെ അടുത്ത തവണ ആയിട്ട് എന്നാ ചെയ്തെന്നറിയോ, ഞങ്ങൾ ഗ്ലാസ് കൊണ്ടുപോയി പഞ്ചസാര കൊണ്ടുപോയി ഇത് ബൂസ്റ്റ് കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഇട്ട് കുടിച്ചു. അതിൽ പിന്നെ ഞാൻ എല്ലാം ക്ലോസ് ആക്കി. എനിക്കിഷ്ടമല്ല. പിന്നെ ഈ മുട്ടയുള്ള തെക്കേമല പിടിക്കുമ്പോ 1ാം ക്ലാസ്സിൽ കുറച്ച് നാൾ അവിടെ ഒരു ദിവസം മറ്റേ കൂട്ടി മാത്രമായിരുന്നു. അതുമായിട്ട് പോയി മേടിച്ചു. ഞാൻ നിന്നെ പൊന്നെ വിചാരിച്ചു മറ്റേ പാല് ചുമ്മാ വെള്ളപ്പാല് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ. അത് കഴിഞ്ഞ ഈ എന്റെ പേരും ഒന്നും മെൻഷൻ ചെയ്യണ്ട. അത് ഞാൻ കട്ട് ചെയ്തോളാം. കൂട്ടുകാര് ഒരു ദിവസം പറഞ്ഞു, എന്റെ കൂട്ടുകാരുടെ പാത്രത്തില് ആരുടെ പുഴുവിനെ കണ്ടു. എന്നിട്ട് കണ്ടവള് തിന്നോണ്ടിരിക്കുക. പിന്നെ കൊണ്ട കളഞ്ഞിട്ട് പിന്നെ എടുത്തു വന്നു. ബാക്കിയുള്ളവരൊന്നും തിന്നുന്നില്ല. കണ്ടവള് തിന്നു മീൻസ് പാത്രത്തിലുള്ളവള് തിന്നു, ബാക്കി എന്നിട്ട് എപ്പോഴും മേടിക്കുന്നവൾ ഇപ്പൊ വീട്ടിലാണ് വരുന്നത്. ഞാനുണ്ടല്ലോ ഇതൊക്കെ എന്നാന്നറിയോ, സ്കൂൾ കാലഘട്ടത്തിലെ ട്രോമാസാ. വേറെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് എന്നെ കഴിക്കാൻ നിർത്തിയപ്പോഴായിരുന്നു മറ്റേ ഈ കഴുകുന്ന ബ്രഷിന്റെ എന്തോ ഇത് അത് എനിക്ക് അറിഞ്ഞ സത്യമാണ്. എനിക്ക് ഓർത്തില്ലേ സത്യമാണോ പുഴുവിനെ കണ്ടു മറ്റേ വായ വെച്ച സ്പൂൺ കൊണ്ട് തന്നെ കോങ്ങണം. പക്ഷെ ഫോട്ടോ നോക്കാം. ഇത് നിന്നോട് ഞാൻ ബുക്ക് പൊതിയാൻ തുടങ്ങിയപ്പോ എന്നാ നിന്നോട് ഞാൻ പറഞ്ഞ പേപ്പർ പോകും. ഞാൻ പറയട്ടെ പേപ്പർ പോകും. കേക്ക് ഞാൻ പറയട്ടെ പേപ്പർ പോകുമെന്ന് നിന്നോട് ഞാൻ പറയട്ടെ പോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? പൊതിഞ്ഞേക്കുന്നത് കണ്ടോ? ഇതെന്നടി ഇത്? വാമച്ചിയുടെ ബുക്കിന്റെ അളവ് എടുത്ത് കുഞ്ഞാറ്റ ബുക്കേല് എന്തുവാണ് ഇത്രേ നേരത്തുള്ള ഒന്ന് മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഓരോന്നൊക്കെ പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, എല്ലാം ഓരോ മെമ്മറീസ് അല്ലേ, ഓരോ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോഴല്ലോ ഈ വീഡിയോ ഒരു മെമ്മറീസ് ആവൂടി കുറച്ച് കഴിയുമ്പോൾ. നമ്മളിത് കാണുന്ന ഒന്ന് ആലോചിച്ച് വെക്കുന്നത് നമ്മളെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാം സ്കൂള് കഴിയുമ്പോൾ എനിക്കൊരു 10, 25, 26 വയസ്സാവും. 26 അല്ല, അതിന് കൊണ്ടേ കയറും. എന്നാണോ കുഞ്ഞാറ്റ +2 കഴിയുമ്പോൾ 20 വയസ്സ്. നീ അപ്പോഴത്തേനും ഒരു 23 വയസ്സെങ്കിലും ആവും നിനക്ക്.
അപ്പൊ നിനക്കൊരു 25 എനിക്കൊരു 27, 28 അപ്പൊ ആലോചിക്ക് അന്ന് നമ്മൾ ഈ വീഡിയോ കാണുമ്പോ ഞാൻ കരയും. ശരിക്കും ഞാനുണ്ടല്ലോ, ഞാൻ എന്നാന്നറിയോ യൂട്യൂബ് തുടങ്ങാൻ ഇതാക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നതെല്ലാം എനിക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെക്കാം. ഇത് എനിക്ക് ഇതിനകത്ത് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വെക്കാം. അപ്പം എൻ്റെ ഗാലറിയിൽ പോയാലും ഇങ്ങനെ യൂട്യൂബിൽ കാണാമല്ലോ നമുക്ക്. അന്ന് എടീ ലോക്ക്ഡൗൺ സമയത്ത് പിന്നെ നമ്മുടെയൊക്കെ കുഞ്ഞിലെ ഫോണൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്തോരം വീഡിയോസ് കിട്ടിയത്. ലോക്ക്ഡൗൺ സമയത്തൊക്കെ എന്നതായിരുന്നു സത്യം. ആ വീഡിയോ ഒക്കെ കിട്ടുമായിരുന്നെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ മറക്കാത്ത സത്യം. ലോക്ക്ഡൗൺ 8ാം ക്ലാസ്സിൽ ഒരു ദിവസം സ്കൂളിൽ വീട്ടിൽ പോകാൻ പറയാ ലോക്ക്ഡൗൺ ആ സ്കൂളിൽ പോകാനില്ലെന്നേ. എന്നോട് ഇപ്പം പറഞ്ഞു 5ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് അല്ലേ 5ാം ക്ലാസ് പഠിക്കുക. അപ്പൊ ഞങ്ങൾ ചോറുന്നത് അതിന്റെ മുന്നത്തെ നാളത്തെ അന്നേരത്തേക്ക് ഞങ്ങൾ എല്ലാം കൂടി ഇരിക്കുക. ഒരു ഇങ്ങനെ ടീച്ചർ വന്നിട്ട് പറഞ്ഞു എന്നാ സ്കൂളിൽ നിന്ന് അടയ്ക്കാൻ പോവാ, ഇനി എന്താ വരണ്ടേന്ന് അറിയിക്കൂന്ന്. എന്റെയൊക്കെ മനസ്സ് വന്ന് മറ്റേ ഒരാഴ്ച കഴിഞ്ഞ ക്ലാസ് പരീക്ഷ അത് കഴിഞ്ഞ പിന്നെ 2 വർഷം സത്യം. ഞാന് പിന്നെ ആ സന്തോഷം നീണ്ടുപോയി. 9ാം ക്ലാസ് തീർന്നു, 10ാം ക്ലാസ് പകുതി ആയപ്പോ ഞാൻ സ്കൂളിൽ പോയി. അപ്പൊ ഇവർക്കൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞാറ്റയാണ് അനുഭവിച്ചത് മൊത്തം. അതെ, ഞാൻ ഹൈസ്കൂള് കഴിഞ്ഞു, കുഞ്ഞാറ്റ LP-യിലോട്ട് കയറി. അങ്ങനത്തെ ഒരു വൈബായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത്. കുഞ്ഞാറ്റ ഒന്നും അറിഞ്ഞില്ല, സ്കൂളേ ഇതല്ല. സ്റ്റേ ഹൈഡ്രേറ്റ് ആണോ കുട്ടി? മഴക്കാലത്ത് സ്റ്റേ ഹൈഡ്രേറ്റ്. മഴക്കാലം വെയിലാളും തണുപ്പാണ്, മഞ്ഞാണെങ്കിൽ പോലും വെള്ളം കുടിക്കും. യെസ്, എടി സ്കൂളിൽ പോകുന്നതിന്റെ പ്രിപ്പറേഷൻ നടത്തടി. പ്രിപ്പറേഷൻ അതാ ഞാനും ചോദിക്കുന്നത്. ഞാൻ പറയാം സ്കൂൾ കുഞ്ഞാറ്റ പടം വരച്ചത് കാണിക്കാം. കുഞ്ഞാറ്റയുടെ പടം കാണിക്കാം. കാണിക്കേ കാണിക്കേ മറിച്ച് വിട്ടെ. അതെന്നാ സാധനമാടി? അല്ലല്ല, പിക്സൽ ആർട്ട്. പിന്നെ 3D ആർട്ട്. ഒന്നുകൂടെ പറഞ്ഞ അത് 3D ആക്കാൻ നോക്കി 3G. അതെ, ഈ ഞാനാണ് സ്കൂളിൽ പോകുമ്പോ ഈ കൊച്ചിനെ കൊണ്ടുപോകുന്നത്. അല്ല, ഏറ്റവും വലിയ വിറ്റ് എന്നറിയോ? 10 വർഷം 2നെയും കൊണ്ട് ചുമന്നോണ്ട് പോയ ഒരാളുണ്ട് ഇവിടെ. അത് കൂട്ടുകാരെ കിട്ടുമ്പോ ഞാൻ ഒന്ന് പോയടേന്ന് പറഞ്ഞ അത് സത്യം. എന്നെ ഇവളോട് വിട്ട് അന്നമോളല്ലേ നോക്കുന്നത്. അന്നമോൾ ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ആച്ചി ഒരു താങ്ക് പറയൂ ആച്ചി. അതെ, അന്നമോൾ എന്ന് പറയുന്നത് ഈ വ്ലോഗ് കാണുന്നവർക്ക് ഞാൻ പറഞ്ഞു തരാം. അന്നമോൾ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള അന്നമോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കാണേണ്ടതാണ്, ഇതൊക്കെ കേൾക്കേണ്ടതാണ്. എനിക്ക് പല കാര്യം ഡിസ്കസ് ചെയ്യാണ്ട് ഈ പിള്ളേരെ അങ്ങോട്ട് ഈ പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ച പിള്ളേർ അങ്ങോട്ട് പോകും.
അല്ല ഞങ്ങൾ സ്കൂൾ ബസ്സിൽ ഇവിടെ ലൈൻ ബസ്സിലല്ലേ. അതിപ്പം പക്ഷെ പണ്ട് LKG പഠിക്കുമ്പോ ഇവിടെ എന്റെ ബാഗ് എന്നിട്ട് കുഞ്ഞാറ്റെ പണ്ട് ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ കുഞ്ഞാറ്റെ LKG കണ്ടാണ് അല്ലേ. എന്നിട്ട് കുഞ്ഞാറ്റെ ഞാൻ കയറ്റി വിടും. എന്നിട്ട് ഞാൻ അശ്വിനി ഉണ്ടായിരുന്നേ. അപ്പൊ ഞാനും അശ്വിനിയും കൂടെ അവിടെ നിൽക്കും. ആ സമയത്ത് അശ്വിനി ആയിരുന്നു എന്റെ ബസ്സിൽ ഞങ്ങൾ ഒരുമിച്ചല്ലേ. എന്നിട്ട് ഞാൻ എന്നിട്ട് അവിടെ ഒന്ന് കരയുമായിരുന്നു. ഇവിടെ ഭയങ്കരമായിട്ട് വരയും. അപ്പൊ ഞാൻ അവിടെ ഒന്ന് ഭയങ്കരമായിട്ട് വരയും. ഇവിടെ എന്നെ LKG ഭയങ്കര കരച്ചിലാണ്. എനിക്ക് പോകണ്ട്. എന്നിട്ട് ഇവിടെ പറയും ഞാൻ ഇവിടെ ഇരിക്കാം, ഞാൻ പോകത്തില്ല, ഞാൻ അവിടെ ഇരിക്കാം. ഇന്റർവ്യൂ നോക്കുമ്പോ ഇവിടെ കാണത്തില്ല. ഞാൻ പറയട്ടെ, ഇവരെ എല്ലാം കൊണ്ടുപോകാൻ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. എന്നെ 3ാം ക്ലാസ് വരെ, നേഴ്സറി തൊട്ട് 3ാം ക്ലാസ് വരെ എൻ്റെ അമ്മ അങ്ങോട്ടും കൊണ്ടുവിടാൻ വരും, ഇങ്ങോട്ടും കൊണ്ടുവിടാൻ വരും. ഇത് തന്നെ കൊണ്ടുവരാനും വരും, കൊണ്ടുവിടാനും പോകും. കൊണ്ടുവരാനും വരും, കൊണ്ടുവിടാനും വരും. അത് തന്നെ 3ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് തൊട്ട് ഞാൻ ആദ്യമായിട്ട് സ്കൂൾ ബസ്സിൽ കയറി. അപ്പം എൻ്റെ ചേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ, ഞങ്ങൾ രണ്ടാമത്തെ ചേട്ടനും ഞാനും, മൂത്ത ചേട്ടൻ സൈക്കിളിൽ പോകും. 10ാം ക്ലാസ് ഫുൾ നടന്ന്. അയ്യോ, അതൊക്കെ ഞാനും സഫാനായും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വൈബായിരുന്നു. അന്നൊക്കെ കാറി പൊളിക്കുമായിരുന്നു, നടത്തി വിടാൻ വേണ്ടി കാറി പൊളിക്കുമായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു, ഞാൻ പഠിച്ച സ്കൂളല്ല. ഇതുപോലെ വലിയ ബസ് കയറി പോകുന്നു വേണ്ട. ഞാൻ പഠിച്ച സ്കൂളില്ല. +2 +1 ഒക്കെ +2 മറ്റേ മുറ്റത്തെ സത്യം മുറ്റത്തായിരുന്നു. എന്നാണോ 9:15 കയറണമെങ്കിൽ ഞങ്ങൾക്ക് 9 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഓക്കെ ഗൈസ്, ഇനി കുഞ്ഞാറ്റയുടെ ബാക്കി കാണാവേ. ബാക്കി കാണിച്ചില്ലെന്നുള്ള പരാതി വേണ്ട. പെട്ടെന്ന് കാണിക്കേ. സൂപ്പർ. ഇത് ക്യൂട്ടായിട്ടുണ്ട്. നീക്ക് ഓക്കെ ഗൈസ്, അങ്ങനെ കുഞ്ഞാറ്റയുടെ ഇത് കഴിഞ്ഞിരിക്കുന്നു. ഉള്ള സൂക്കേടാ. ഒരു ബുക്കല്ലേ ഞാൻ ഏറ്റവും സൈഡിൽ കിടക്കും, അലമാര സൈഡിൽ. കുട്ടി ഇങ്ങോട്ട് നോക്കിയേ. ഇവാ മരിയ അത്രയും എഴുതിയാ പോരെ? പേര് മാത്രം എഴുതുന്നുള്ള, ബാക്കിയൊക്കെ നീ എഴുതിക്കോ. ഇങ്ങനത്തെ ബുക്ക് വാങ്ങിക്കില്ലായിരുന്നോ? നിന്റെ എല്ലാം എഴുതാം. പക്ഷെ കംപ്ലീറ്റ് കുട്ടി പേര് എഴുതിയിട്ടുണ്ട്. കുഞ്ഞാറ്റയുടെ കംപ്ലീറ്റ് ആയി ഗൈസ്. എല്ലാം എഴുതി. അടുത്ത നെക്സ്റ്റ് 11 ബുക്ക്. എനിക്ക് പ്രകൃതിക്ക് ഭയങ്കര വേദന എടുക്കാൻ ഞാൻ മാത്സ് പീരീഡ് പഠിക്കും. എല്ലാം കഴിഞ്ഞു ഗൈസ്. എല്ലാം കെട്ടിപ്പറക്കുകയാണ്. കുട്ടി സ്റ്റിൽ റൈറ്റിംഗ്. ആച്ചി സ്റ്റിൽ നോട്ടം. കുഞ്ഞാറ്റ സ്റ്റിൽ ഒരു മണിയില്ലാതെ ഒന്നുമില്ല, ഊക്കും കേട്ട് നടക്കുക. സമയം
എടി നിക്ക അവളുമാര് വരട്ടെ. ഓക്കെ, 1 ഇറങ്ങിപ്പോയി. 2 2 ഇറങ്ങി. അടച്ചു. സക്സസ് ഗൈസ്. എടി ലൈറ്റ് എടുത്ത് സത്യം ഗൈസ് പേടിച്ചു പോകും ഇത് കണ്ടാൽ. എടി സത്യം കിടക്കുന്ന പോലെ. എടി ബോക്സ് വെച്ചില്ല ഇത്. എല്ലാം കഴിഞ്ഞു. തുടങ്ങി. ആച്ചയ്ക്കും കുഞ്ഞാറ്റയ്ക്കും ഇളകാൻ തുടങ്ങി. ഇപ്പൊ കുട്ടി വന്നൊരു ഇളക്കമുണ്ട്. ഓക്കെ, ഇല്ല വാ. എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കേറി കിടക്കാം, കഥ കടച്ചിട്ട്. അപ്പൊ ഡോർ ക്ലോസ്ഡ്. ബൈ ഗൈസ്. അപ്പൊ എല്ലാരും കിടന്നു. അപ്പൊ ഞാനും കിടക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു. പ്രിപ്പറേഷൻസ് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം ഞാൻ ഇടും ഗൈസ്. നിങ്ങൾ കാണണം, ഉറക്കം വരാൻ തുടങ്ങി. സമയം 1:30 എങ്ങാണ്ടായി. പകുതി പേരും എഴുന്നേക്കാൻ തുടങ്ങി വീട്ടിൽ. അതാണ് മെയിൻ കാര്യം. ഭയങ്കര ബഹളമായിരുന്നു, അറിയാലോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ.